ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് അപ്പ്. ബസ്മതി റൈസ് വെച്ചിട്ട് നല്ല ടേസ്റ്റിയായി വളരെ എളുപ്പത്തിൽ കൂടുതൽ ചേരുവകളൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുത്ത ടൊമാറ്റോ റൈസാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിക്കണെന്നുള്ളത് കാണില്ലേ? എന്നാ വരി. ആദ്യം തന്നെ ഞാൻ റൈസ് വേവിക്കാൻ ആവശ്യമായ വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വരട്ടെ, എന്നിട്ടാണ് റൈസ് ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഈ റൈസ് കുറച്ച് നേരത്തെ നല്ലോണം കഴുകി വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഊറ്റിയെടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു സവാള, ഒരു പച്ചമുളക്, 2 തക്കാളി, അതേപോലെ പകുതി ക്യാപ്സിക്കം, ഇത്ര പോലെ മല്ലിയില. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾക്ക് റൈസിന് ആവശ്യമായ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ ഊറ്റി വെച്ച ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗ്രീൻ പീസാണ് കേട്ടോ. ഈ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത ഗ്രീൻ പീസാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ റൈസും ഗ്രീൻ പീസൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഇത് കണ്ടില്ലേ, റൈസിൻ്റെ കൂടെ ഗ്രീൻ പീസ് ഇട്ട് വേവിച്ചിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാനൊരു പാന് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പാന് നല്ലോണം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും ആണ്. ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ടൈമിൽ തന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ സോഫ്റ്റായി വന്നോളൂ. അങ്ങനെ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. കൂടുതൽ നേരിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വല്ലാതെ കളറ് മാറുമൊന്നും വേണ്ട. ഉള്ളി നല്ലോണം സോഫ്റ്റായി വന്നാൽ മതി. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ ഇതിലേക്ക് ആവശ്യമായ മസാല പൗഡറുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കൂടുതൽ മസാല പൗഡറുകളൊന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. നിങ്ങൾക്ക് മസാല പൗഡർ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അത് അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇങ്ങനെ വെള്ളം ചേർത്തിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടയും കേട്ടോ. അപ്പോൾ ഞാനിതവിടെ അടച്ച് വെച്ചിട്ട് തന്നെ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞിക്കണം കണ്ടില്ലേ. അതേപോലെ തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിയും ചെയ്തിക്കണം കേട്ടോ. ഈ ടൈമിലാണ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ റൈസ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ റൈസൊക്കെ കംപ്ലീറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് ചെറുതായി കട്ട് ചെയ്താൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മല്ലിയില ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിലിട്ടിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മൂടി കണ്ട് തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക തരം സ്മെല്ലാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ എത്ര എളുപ്പത്തിലാണ് ഈ തക്കാളിച്ചോറ് ഇവിടെ റെഡിയാക്കിയത്. കൂടുതൽ മസാലകളൊന്നും ഇല്ലേനോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് നിങ്ങളെ
അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കൊണ്ടിട്ടാ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ തക്കാളി ചോറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അമർത്തിക്കാളി. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.